ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം നിങ്ങളെല്ലാവരോടും കൂടെ ആയിരിക്കട്ടെ. ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളിൽ ചിലർ രോഗ അവസ്ഥയിലാണ് ഇത് പ്രാർത്ഥിക്കാനായി എഴുന്നേറ്റത്. ഒത്തിരി ക്ഷീണവും തളർച്ചയും ഉണ്ട് എങ്കിലും അതിരാവിലെ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഈ പ്രാർത്ഥന കേൾക്കുവാനായി, അനുഗ്രഹം പ്രാപിക്കുവാനായി നിങ്ങൾ അതിരാവിലെ എഴുന്നേറ്റ് ഇത് കേൾക്കുന്നത് തന്നെ സൗഖ്യത്തിൻ്റെ തുടക്കമായുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ്. അതിനാൽ തന്നെ കർത്താവ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തു തരും. ശരീരത്തിൻ്റെ പൂർണ്ണ സംരക്ഷണവും സൗഖ്യവും ഇന്ന് കർത്താവിൽ നിന്ന് നമുക്ക് ലഭിക്കും. രോഗികളുടെ ആരോഗ്യമായ പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാകും. ഇന്ന് നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും രോഗികളായിട്ടുണ്ട് എങ്കിൽ ഈ പ്രാർത്ഥന അവർ കേൾക്കെ ഇത് ഓണാക്കി വെക്കുക. എന്നെ കേൾക്കുന്ന നിങ്ങൾ രോഗികളാണ് എങ്കിൽ, ഒരുപക്ഷെ കിടപ്പ് രോഗികളാണ് എങ്കിൽ, അതല്ല എങ്കിൽ ആശുപത്രികളിലാണ് എങ്കിൽ, ഏത് അവസ്ഥയിലും ഏത് സ്ഥലത്തുമാണ് ഇതിരുന്ന് കേൾക്കുന്നതെങ്കിലും കർത്താവിൻ്റെ സൗഖ്യത്തിൻ്റെ കരം ഇന്ന് നിങ്ങളെ സ്പർശിച്ചിരിക്കും. ഇന്ന് വലിയ അത്ഭുതങ്ങളും രോഗശാന്തിയും നിങ്ങളിൽ കർത്താവ് ചെയ്യും. പരിശുദ്ധ ദൈവമാതാവിൻ്റെ അത്ഭുത മധ്യസ്ഥത ഇന്ന് നിങ്ങളോട് കൂടെയുണ്ടാകും. നിങ്ങളുടെ വേദനയിലും കണ്ണുനീരിലും മക്കളുടെ നിലവിളി കേട്ടറിഞ്ഞ് പരിശുദ്ധ അമ്മ ഇന്ന് നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് ഒരറുതി വരുത്താൻ തൻ്റെ പുത്രനോട് നമുക്ക് വേണ്ടി നിലവിളിക്കുന്ന സമയമാണ് ഇപ്പോൾ. നമുക്ക് വേണ്ടി പരിശുദ്ധ അമ്മ രോഗികൾക്ക് മാത്രമല്ല, ഓരോ അവസ്ഥയിൽ വേദനിക്കുന്നവർക്ക് ഇന്ന് ഒരു പുതിയ ഉത്സാഹം കിട്ടുന്നതിന്, പുതിയ ഉന്മേഷം കിട്ടുന്നതിന്, ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളവർക്ക് അതിനെല്ലാം ശക്തി ലഭിക്കുന്നതിന്, ഇന്ന് മന്ദത മാറി കൂടുതൽ ഉത്സാഹത്തോടെ ജോലി ചെയ്യുന്നതിന്, ഇന്നത്തെ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മയുടെ സഹായം നിങ്ങൾക്കുണ്ടാകും. ഇന്ന് ഇൻ്റർവ്യൂവിന് പോകുന്നവർക്ക് വൻ വിജയം അമ്മയുടെ മധ്യസ്ഥതയാൽ നിങ്ങൾക്ക് ലഭിക്കും. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളിൽ പ്രകടമാക്കുവാൻ പരിശുദ്ധ അമ്മയുടെ അത്ഭുത പ്രാർത്ഥന നിങ്ങളോടുകൂടെ ഉണ്ടാകും. നിങ്ങളുടെ രോഗാവസ്ഥയെ അവിടുന്ന് അറിയുന്നു. നിങ്ങളുടെ മനസ്സിൻ്റെ വിഷാദങ്ങൾ, ശരീരത്തിൻ്റെ രോഗങ്ങൾ, ആത്മാവിൻ്റെ മുറിവുകൾ, ഇതെല്ലാം കർത്താവിൻ്റെ അത്ഭുത കരം കൊണ്ട് സ്പർശിച്ച് ഇന്ന് നിങ്ങൾ സുഖപ്പെടും. കിടപ്പ് രോഗികളും മറ്റ് അനേകം രോഗികളെ ഇന്ന് കർത്താവ് സ്പർശിക്കുന്നുണ്ട്. ഇന്ന് അവിടുന്ന് വലിയ സൗഖ്യം നിങ്ങൾക്ക് തരും. ആശുപത്രികളിലേക്ക് ഇന്ന് റിപ്പോർട്ടിന് വേണ്ടിയിട്ട്, ഇന്ന് ടെസ്റ്റിനു വേണ്ടി, സ്കാനിങ്ങിന് വേണ്ടി പോകുന്നവർക്ക് കർത്താവ് കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളിലും നിങ്ങളെ സുഖപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. ഇന്നത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ, നിനക്കു വേണ്ടി എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി ക്രമീകരിച്ചിരിക്കുന്ന കർത്താവായ യേശുവിൻ്റെ അത്ഭുതം ഇന്ന് നിന്നിൽ സംഭവിക്കും. നിന്റെ കുടുംബത്തിലുള്ളവരിൽ സംഭവിക്കും. രോഗികളായ എല്ലാവരിലും ഇന്ന് കർത്താവിൻ്റെ സ്പർശനമുണ്ടാകും. നിങ്ങൾക്ക് അത്ഭുത വിടുതലും സൗഖ്യവും ഇന്ന് കർത്താവ് നൽകിയിരിക്കും. നിങ്ങൾ വിശ്വസിക്കുക, കർത്താവ് നിന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 32 മുതൽ ഉള്ള വാക്യങ്ങൾ. അവർ പോയി കഴിഞ്ഞപ്പോൾ പിശാച് ബാധിതനായ ഒരു ഊമനെ ജനങ്ങൾ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ പിശാചിനെ പുറത്താക്കിയപ്പോൾ ആ ഊമൻ സംസാരിച്ചു. ജനങ്ങൾ അത്ഭുതപ്പെട്ടു പറഞ്ഞു, ഇതുപോലൊരു സംഭവം ഇസ്രായേലിൽ ഒരിക്കലും കണ്ടിട്ടില്ല. എന്നാൽ ഫരിസേയർ പറഞ്ഞു, അവൻ പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. യേശു അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും
സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവധികം, വേലക്കാരോ ചുരുക്കം. അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ മേൽ അനുകമ്പ തോന്നി, അലിവ് തോന്നി ഈ മക്കൾക്ക് പരിപൂർണ സൗഖ്യം കൊടുക്കണമേ. ഇന്ന് എല്ലാ രോഗികൾക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ സൗഖ്യത്തിൻ്റെ കരം നീട്ടി രോഗികളായ ഓരോരുത്തരെയും നീ സ്പർശിക്കണമേ. വേദനയിലും കണ്ണുനീരിലും കിടക്കുന്ന ഓരോ രോഗിയെയും ഇപ്പോൾ നീ സ്പർശിക്കണമേ. കർത്താവേ, അങ്ങ് സഹിച്ച കഷ്ടപ്പാടുകൾ, കർത്താവേ, ശരീരത്തിൻ്റെ രോഗങ്ങൾക്കും മനസ്സിൻ്റെ വിഷാദങ്ങൾക്കും ആത്മാവിൻ്റെ മുറിവുകൾക്കും ഇന്ന് നീ പരിപൂർണ സൗഖ്യം കൊടുക്കണമേ. കിടപ്പ് രോഗികൾക്കും മറ്റ് എല്ലാ രോഗാവസ്ഥയിലുള്ളവർക്ക് പരിപൂർണ സൗഖ്യം കൊടുക്കണമേ. കർത്താവേ, നിന്റെ സന്നദ്ധിയിൽ രോഗികളെയും പിശാചു ബാധിതരെയും അനേകം വ്യാധികളാലും രോഗങ്ങളാലും തളർന്നുപോയവരെ, തളർവാദ രോഗികളെ, അനേകം രോഗികളെ, കർത്താവേ, മുടന്തരെ, അന്ധരെ, മൂകരെ എല്ലാം നിന്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ നിനക്ക് അവരോട് അനുകമ്പ തോന്നി അവരെ നീ സുഖപ്പെടുത്തിയതുപോലെ ഇന്ന് നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ രോഗാവസ്ഥയിലേക്ക് നീ ഇറങ്ങി വരണമേ. അവരുടെ രോഗത്തിൻ്റെ കാരണങ്ങളെ ഈ സമയം നീ സുഖപ്പെടുത്തണമേ. കർത്താവേ, ഈ മക്കളുടെ മേൽ നിന്റെ ആധിപത്യം എടുക്കണമേ. ഇവരുടെ മേൽ യാതൊരു പൈശാചിക ദുഷ്ടശക്തികളോ പൈശാചിക വ്യാധികളോ ഒന്നും ഇവരെ തൊടാൻ പോലും കഴിയാതെ നിന്റെ ചിറകിൻ കീഴിൽ ഇവരെ നീ ആവസിപ്പിക്കണമേ. രോഗികളുടെ മേൽ അനുകമ്പ തോന്നുന്ന കർത്താവേ, ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ രോഗികളുടെ മേലും നീ കരുണ തോന്നണമേ. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രോഗികളുടെ മേൽ കരുണ തോന്നണമേ. കിടപ്പ് രോഗികളുടെ മേൽ കരുണ തോന്നണമേ. എഴുന്നേറ്റ് നടക്കാൻ കഴിയാതെ, സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാതെ അത്രമാത്രം അവശതയിലും ക്ഷീണത്തിലും നിസ്സഹായതയിലും ആയിരിക്കുന്ന ബലഹീനരായ ദുർബലരായ എല്ലാ രോഗികൾക്കും ഈ സമയം നീ സ്പർശിച്ച് അത്ഭുത സൗഖ്യം നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ, സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ഹിതം ഈ മക്കളുടെ മേൽ നിറവേറട്ടെ. അവർ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, നിന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച ഒരു രോഗിയെപ്പോലും നീ സുഖപ്പെടുത്താതെ വിട്ടിട്ടില്ല. ആരോഗ്യത്തിൻ്റെ ഉറവിടമായ ദൈവമേ, ശക്തിയുടെ ഉറവിടമായ കർത്താവേ, രോഗികളുടെ മേൽ നീ കരുണ തോന്നണമേ. മരുന്നോ ലേപന ഔഷധമോ അല്ല രോഗികളെ സുഖപ്പെടുത്തുന്നത് എന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും കർത്താവേ, നീ തന്നെയാണ് മരുന്നും ലേപന ഔഷധവും സൃഷ്ടിച്ചതും. അതിനാൽ തന്നെ ഈ മക്കൾ ഇന്ന് ആശുപത്രികളിലേക്ക് ചെക്കപ്പിനും സ്കാനിങ്ങിനും മറ്റ് സൗഖ്യത്തിനുമായി പോകുമ്പോൾ നീ അവരുടെ കൂടെയുണ്ടാകണമേ. നീ അവരെ സൗഖ്യപ്പെടുത്തണമേ. ഇവരെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഡോക്ടേഴ്സിലൂടെ നീ പ്രവർത്തിക്കണമേ. കർത്താവേ, നിന്നിൽ ആശ്രയിക്കുന്നവരെ നീ ശക്തിപ്പെടുത്തണമേ. ഈ മക്കളുടെ മേൽ നീ കരുണ തോന്നണമേ. നിന്റെ അനുകമ്പയാൽ ഇവരെ നീ സ്പർശിക്കണമേ. കർത്താവേ, ഈ സമയം നീ ഇപ്പോൾ തന്നെ ഇവരുടെ മേൽ കരം വെച്ച് സൗഖ്യപ്പെടുത്തുന്നതിനെ ഓർത്ത് ഞാൻ നിനക്ക് നന്ദി അർപ്പിക്കുന്നു. നിങ്ങളുടെ തല മുതൽ പാദം വരെയുള്ള ശരീരഭാഗങ്ങളിൽ ഏത് അവയവങ്ങളിലാണോ, ഏത് ഭാഗത്താണോ രോഗം ഉള്ളത്, വേദനിക്കുന്നത്, ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെ മരവിച്ചിരിക്കുന്ന ഭാഗം എല്ലാം നിങ്ങൾ ആ ഭാഗത്ത് നിങ്ങളുടെ കരങ്ങൾ വയ്ക്കുക.
ഈ സമയം കർത്താവിൻ്റെ കരങ്ങൾ നിങ്ങളുടെ മേൽ സ്പർശിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് പരിപൂർണ സൗഖ്യം കർത്താവ് നൽകുന്നു. ഓരോ രോഗിയെയും ഈ പ്രാർത്ഥനയിലൂടെ കർത്താവ് ഇപ്പോൾ സ്പർശിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങളെ അറിയാവുന്ന കർത്താവ് ഇപ്പോൾ നിങ്ങളെ ഓരോരുത്തരെയും സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കേട്ടിരിക്കുന്നു. രോഗികളായ മക്കൾ ഈ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും, ഏതവസ്ഥയിലാണെങ്കിലും, എത്ര ദുരവസ്ഥയിലാണെങ്കിലും നിങ്ങൾ ഭയപ്പെടേണ്ട. കർത്താവിൻ്റെ കരം നിങ്ങളെ ചുറ്റിയിരിക്കുന്നു. ഇനി സാത്താൻ നിങ്ങളെ തൊടാതെ വണ്ണം പൈശാചിക വ്യാധികൾ നിങ്ങളെ വിട്ടുപോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗികളായ ഓരോരുത്തർക്കും അത്ഭുത സൗഖ്യം ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. കർത്താവിൻ്റെ അനുകമ്പയും അവിടുത്തെ ശക്തമായ കരവും ഇപ്പോൾ നിങ്ങളെ സ്പർശിക്കുന്നു. നിങ്ങൾ സുഖം പ്രാപിക്കുക. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. നീ സൗഖ്യമുള്ളവനാകുക, നീ സൗഖ്യമുള്ളവളാകുക. ഇന്ന് കർത്താവിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങൾ കാണും. ഈശോയുടെ തിരുമുറിവുകളിലേക്ക് കർത്താവെ ഈ രോഗികളെയും രോഗാവസ്ഥയെയും അവരുടെ രോഗബാധിതമായ അവയവങ്ങളെയും നിന്റെ തിരുമുറിവുകളിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നണമേ. രോഗികളുടെ ആരോഗ്യമായ പരിശുദ്ധ അമ്മേ, ഇന്ന് രോഗികളുടെ മേൽ കരുണ തോന്നണമേ. അവരുടെ വേദനയിലും കണ്ണുനീരിലും നീ അവരുടെ നിലവിളി കേൾക്കണമേ. അവരുടെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകണമേ. നിന്റെ പുത്രൻ്റെ കഷ്ടപ്പാടുകൾ അനുഭവിച്ച മനസ്സുകൊണ്ട് ഇന്ന് ഈ മക്കളുടെ വേദനയും നീ മനസ്സിലാക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ദുർബലതകളിൽ നീ കരുണ കാണിക്കണമേ. ബലഹീനരായ ഓരോ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ രോഗാവസ്ഥയിൽ, ശാരീരികവും മാനസികവും ആത്മീയവുമായ രോഗാവസ്ഥയിൽ നിന്ന് ഇന്ന് നിന്റെ ശക്തമായ മധ്യസ്ഥതയിലൂടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അത്ഭുത സൗഖ്യം ഇപ്പോൾ അവർക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൻ്റെ രോഗങ്ങൾക്കും മനസ്സിൻ്റെ വിഷാദങ്ങൾക്കും ആത്മാവിൻ്റെ മുറിവുകൾക്കും ഈശോയുടെ സൗഖ്യസ്പർശം ഇപ്പോൾ തന്നെ ലഭിക്കുന്നതിന് രോഗികളുടെ ആരോഗ്യമായ, രോഗികളുടെ സങ്കേതവും ശക്തിയുമായ പരിശുദ്ധ ദൈവമാതാവേ, ഈ മക്കൾക്ക് വേണ്ടി നീ അപേക്ഷിക്കണമേ. കിടപ്പ് രോഗികളുടെ മേൽ നിന്റെ കരം വെക്കണമേ. ഒറ്റപ്പെട്ട് ആരും ഒരാശ്വാസവാക്ക് കൊടുക്കാനില്ലാത്ത രോഗാവസ്ഥയിൽ, പീഡനത്തിൽ കഴിയുന്നവർക്ക്, ആരും സഹായിക്കാനില്ലാത്തവർക്ക്, ആരും പണം ചെലവാക്കാത്തത് കാരണം രോഗം മൂർച്ഛിച്ച് ആയിരിക്കുന്നവർക്ക് ഇപ്പോൾ തന്നെ പരിശുദ്ധ ദൈവമാതാവേ, രോഗികളുടെ ആരോഗ്യമായ അമ്മേ, ഈ മക്കൾക്ക് ഇപ്പോൾ തന്നെ നീ ശക്തി കൊടുക്കണമേ, ബലം കൊടുക്കണമേ. സ്വന്തമായി എഴുന്നേറ്റ് നടക്കാനുള്ള ശക്തി ഇവരുടെ കാലുകൾക്ക് നീ നൽകണമേ. സ്വന്തമായി ജോലി ചെയ്യാനുള്ള ബലം ഇവരുടെ കരങ്ങൾക്കിപ്പോൾ നൽകണമേ. ശ്വാസ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ, ഹൃദ്രോഗം മാറിപ്പോകട്ടെ. ക്യാൻസർ രോഗികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. എയ്ഡ്സ് രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ബാധിച്ച സകലരും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാ വ്യാധികളിൽ നിന്നും കർത്താവ് ഇപ്പോൾ നിങ്ങളെ സുഖപ്പെടുത്തുന്നു. കർത്താവിൻ്റെ സൗഖ്യം ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ യോഗ്യതയാലെ, തിരുമുറിവിൻ്റെ യോഗ്യതയാലെ, യേശുവിൻ്റെ നാമത്തിൻ്റെ യോഗ്യതയാലെ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ അത്ഭുത മധ്യസ്ഥതയിലൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടലിലൂടെ, സൗഖ്യം നൽകുന്ന പരിശുദ്ധാത്മാവിലൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികളും ഇപ്പോൾ അത്ഭുത സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തളർവാദ രോഗികൾ എഴുന്നേറ്റ് നടക്കുക. കർത്താവിൻ്റെ അത്ഭുത സൗഖ്യം ഇപ്പോൾ നിങ്ങളെ തൊടുന്നു. കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തുന്നു. നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും അന്തരാത്മാവിനും കർത്താവ് ശക്തി പ്രദാനം ചെയ്യുന്നു. നിങ്ങൾ
ശക്തി പ്രാപിക്കുക. കർത്താവ് നിങ്ങളെ സുഖപ്പെടുത്തുന്നു. കർത്താവേ, നിന്റെ ഹിതം ഈ മക്കളുടെ മേൽ നിറവേറണമേ. എല്ലാ രോഗികളുടെ മേലും കർത്താവിൻ്റെ അനുകമ്പയും കരുണയും ദയയും ഇപ്പോൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ സുഖം പ്രാപിക്കുക. കർത്താവ് നിങ്ങളെ സുഖപ്പെടുത്തുന്നു. അവിടുത്തെ അനുകമ്പാപൂർവമായ കരങ്ങൾ നിങ്ങളെ തൊടുന്നു. അവിടുത്തെ കരുണയുടെ കണ്ണുകൾ നിങ്ങളെ നോക്കുന്നു. കർത്താവ് പറയുന്നു, മകനെ, മകളെ, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. നീ സൗഖ്യം പ്രാപിക്കുക. എല്ലാ വ്യാധികളിൽ നിന്നും നീ വിമുക്തനാകുക. സകല അന്ധകാര ശക്തികളിൽ നിന്നും നീ മോചനം പ്രാപിക്കുക. യാതൊരു ദുഷ്ടശക്തികളും ഇനിമേൽ നിന്റെ ശരീരത്തെയോ മനസ്സിനെയോ തൊടാൻ അനുവദിക്കുകയില്ല. കർത്താവിൻ്റെ ശക്തമായ കരം നിന്നെ വലയം ചെയ്യുന്നു. ഇന്ന് സകല രോഗങ്ങളിൽ നിന്നും വിടുതൽ നിനക്ക് ലഭിക്കും. കർത്താവ് ഇപ്പോൾ തന്നെ നിന്നെ വിടുവിക്കുന്നു. എല്ലാ വ്യാധികളും നിന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകട്ടെ. എല്ലാ രോഗങ്ങളും നിന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകട്ടെ. കർത്താവിൻ്റെ ശക്തി നിന്റെ ശരീരത്തിൽ വ്യാപരിക്കട്ടെ. യേശുവേ, നിന്റെ നാമത്തിൻ്റെ മഹത്വത്താൽ ഈ മക്കളെ നീ ഇപ്പോൾ തന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വചനം പറയുന്നു, നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണോ, അവൻ സഭയിലെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തി അവർക്ക് തൻ്റെ മേൽ പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്താലുള്ള പ്രാർത്ഥന രോഗിയെ രക്ഷിക്കും എന്ന് കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും എന്ന തിരുവചനം കർത്താവേ, നീ ഇപ്പോൾ ഈ മക്കളുടെ മേൽ നടത്തണമേ. കർത്താവേ, ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക്, ഞങ്ങളുടെ പാപത്തിനു വേണ്ടി, ഞങ്ങളുടെ രോഗത്തിനു വേണ്ടി നീ മുറിവേറ്റവനാണ്. നിന്റെ തിരുമുറിവിൻ്റെ ശക്തിയാൽ ഇപ്പോൾ സകല രോഗികളും സുഖം പ്രാപിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വം എല്ലാ രോഗികളുടെ മേലും ഇപ്പോൾ നിറയട്ടെ. കർത്താവെ, ഈ മക്കളെ കാണുന്നവർ ഒരു വലിയ സാക്ഷ്യം പറയുന്നതിന്, ഈ മക്കൾ ഓരോരുത്തരും നിന്റെ സൗഖ്യത്തെക്കുറിച്ച് സാക്ഷ്യം പറയുന്നതിന് ഇന്ന് ഇവരെ നീ സ്പർശിക്കണമേ. ഇവരെ കാണുന്നവരും ഇവരെ അറിയുന്നവരും ഇവരുടെ രോഗാവസ്ഥയെക്കുറിച്ച് അറിഞ്ഞ ഓരോരുത്തരും നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ, നിനക്ക് സാക്ഷികളായി മാറുവാൻ ഇന്ന് നിന്റെ അത്ഭുത സൗഖ്യത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് നീ സൗഖ്യപ്പെടുത്തിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിച്ച് സൗഖ്യപ്പെടുത്തുന്ന കർത്താവേ, അങ്ങേക്ക് കോടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, രോഗികളുടെയും വേദനിക്കുന്നവരുടെയും ആശ്വാസമേ, നിന്റെ പുത്രൻ്റെ കഷ്ടപ്പാടുകൾ നീ അനുഭവിച്ച ആ മനസ്സുകൊണ്ട് ഇന്ന് ഈ മക്കളുടെ വേദന നീ അറിഞ്ഞ് ഇവരുടെ ശരീരത്തിൻ്റെ, മനസ്സിൻ്റെ രോഗങ്ങളിൽ നിന്ന്, മുറിവുകളിൽ നിന്ന്, ആത്മാവിൻ്റെ ദുർബലതകളിൽ നിന്ന് നിന്റെ തിരുക്കുമാരൻ്റെ കരുണയിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കണമേ. യേശുവിൻ്റെ അത്ഭുത സൗഖ്യം ഞങ്ങളുടെ മേൽ ഇപ്പോൾ തന്നെ അനുഭവിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വേദനയിലായവർക്ക് ധൈര്യം നൽകണമേ. ഭയത്താൽ വിറയ്ക്കുന്നവർക്ക് പ്രത്യാശ നൽകണമേ. ഒറ്റപ്പെട്ടവർക്ക് നിന്റെ സ്നേഹവും ആശ്വാസവും പകർന്നു കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ആരോഗ്യമാതാവേ, ഞങ്ങളെ യേശുവിൻ്റെ കരുണയുടെ നിഴലിൽ മറയ്ക്കണമേ. ഞങ്ങൾ രോഗികളായാലും വേദനിക്കുന്നവരായാലും വിശ്വാസം നഷ്ടപ്പെടാതെ നിന്റെ തിരുക്കുമാരൻ്റെ വാഗ്ദാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. രോഗികളുടെ ആരോഗ്യമായ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കു വേണ്ടി ഈ പ്രഭാതത്തിൽ നീ അപേക്ഷിക്കണമേ. പരിപൂർണ സൗഖ്യവും വിടുതലും രക്ഷയും നൽകി ഇന്നെല്ലാം കൊണ്ടും അത്ഭുതത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിനമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ കർത്താവേ, ഇന്നത്തെ ദിവസം ഈ പ്രാർത്ഥന കേട്ട് ആരൊക്കെ എവിടെയൊക്കെ പോയാലും അവിടെയെല്ലാം കർത്താവിൻ്റെ അത്ഭുതകരം അവർക്ക് സൗഖ്യവും വിടുതലും വിജയവും രക്ഷയും സംരക്ഷണവും നൽകി എല്ലാ മേഖലയിലും സന്തോഷം അനുഭവിക്കാൻ ഇന്ന് നീ ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ഇന്ന് നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച ഓരോ നിയോഗങ്ങളുടെയും ഫലപ്രാപ്തിക്കു വേണ്ടി ജപമാലയുടെ ഒരു രഹസ്യം ചൊല്ലി നമുക്ക് കാഴ്ചവെക്കാം.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ കാരുണ്യവും സഹായവും സൗഖ്യവും ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഇത് മുടങ്ങാതെ നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് രോഗികളുള്ള വീട്ടുകാർ ഇത് പ്രത്യേകമായി ദിവസവും പ്രാർത്ഥിക്കുക. രോഗികളായിരിക്കുന്നവർ ഇത് മുടങ്ങാതെ പ്രാർത്ഥിക്കുക. തീർച്ചയായും വലിയ കൃപകൾ, സൗഖ്യം, വിടുതൽ, രക്ഷ എല്ലാം ഈ പ്രാർത്ഥനയിലൂടെ കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കും.
ഈ പ്രാർത്ഥന നിങ്ങൾക്കറിയാവുന്ന മറ്റെല്ലാവരിലേക്കും അയച്ചു കൊടുക്കുക. ഒപ്പം ഞങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുക. സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് അനേകർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇന്ന് വലിയ അത്ഭുതങ്ങളും സൗഖ്യവും അടയാളങ്ങളും കർത്താവ് ചെയ്യട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇത് പ്രാർത്ഥിക്കുന്ന, ഇത് ഷെയർ ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.